ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഓസ്ട്രേലിയയിലെ തസ്മാനിയ. സമയം പോലും സ്തംഭിച്ചു പോയ ഇരുണ്ട കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകൾ ബാക്കി വെച്ച ഒരു നിർമ്മിതിയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ആ ചരിത്ര സ്ഥലത്തിൻ്റെ പേരാണ് പോർട്ട് ആർതർ. തസ്മാനിയയിലെ പോർട്ട് ആർതർ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ ഒരു സ്ഥലം ഇന്നും ഒരുപാട് നിഗൂഢതകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ എത്തിച്ചേരുന്ന പല വിസിറ്റേഴ്സിനും പാരാനോർമൽ ആക്ടിവിറ്റി അനുഭവപ്പെട്ടതായിട്ട് അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് അതിൻ്റെ നിർമ്മിതിയിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കാം. 1800 കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് ചക്രവർത്തിക്ക് തൻ്റെ കൊടും കുറ്റവാളികളായ ജയിൽ പുള്ളികളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരാശയം വന്നു. ആ ഒരു ആശയമാണ് ഇങ്ങനെയൊരു നിർമ്മിതിയിലേക്ക് വഴിതെളിച്ചത്. സമുദ്രത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ എതിർവശത്ത് കൊടും വനപ്രദേശമായിരുന്നു. തികച്ചും അനുയോജ്യമായ ഒരു സ്ഥലമായി അദ്ദേഹത്തിന് തോന്നുകയുണ്ടായി. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു നിർമ്മിതിയിലേക്ക് ഒരു വഴിത്തിരിവായി വന്നത്. അങ്ങനെ കൊടും കുറ്റവാളികളായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു നിർമ്മിതി ഉണ്ടാക്കിയിരുന്നെങ്കിലും പൊളിറ്റിക്കലായിട്ട് ചെറിയ തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ വരെ ഇവിടെ കൊണ്ടുവരുന്നതായിട്ട് പറയപ്പെടുന്നു. അതിൽ ചെറിയ കുട്ടികളും ഒരുപാട് ആളുകളും എല്ലാം ഉൾപ്പെട്ടിരുന്നു. ഈ ഒരു കഥ കേൾക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് കാലാപാനി എന്ന് പറഞ്ഞൊരു സിനിമ ഓർമ്മ വരുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ നടന്നു പോയിട്ടുണ്ടായിരിക്കണം. പൊളിറ്റിക്കൽ ക്രൈം എന്ന് പറഞ്ഞ സ്വന്തം രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നവരൊക്കെ ശിക്ഷിക്കപ്പെട്ടിരുന്ന ഒരു സമയമായിരുന്നല്ലോ. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെ ആ ഒരു വ്യത്യസ്തമായ ഭൂപ്രകൃതിയിലേക്ക് നമ്മുടെ ടെൻഡർ ബോർഡ് അടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പുറത്തു പോകാനുള്ള ആകാംക്ഷ കൂടിക്കൊണ്ടു. ഇന്ന് ഈ സ്ഥലം വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. പണ്ട് ശാരീരികവും മാനസികവുമായി ഒരുപാട് കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു ജനത താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതിമനോഹരമായ ഭൂപ്രകൃതിയും ഗാർഡനുകളും എല്ലാം ഉള്ള ഈ സ്ഥലത്ത് ഇന്നും നമുക്കൊരു സൈലൻസ് എവിടെയും ഫീൽ ചെയ്യും. ഒരു ശാന്തത അല്ലെങ്കിൽ ഒരു നിഗൂഢത ഒക്കെ ഇന്നും നമുക്ക് അവിടെ അനുഭവം.
കാണുന്ന നിർമ്മിതികൾ മുൻപ് ഒരു മില്ലായിരുന്നു, പിന്നീട് അതൊരു ജയിലാക്കി മാറ്റുകയാണ് ചെയ്തത്. ഈ ഒരു ജയിൽ മറ്റുള്ള ജയിലിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. വളരെ കഠിനമായ പരിസ്ഥിതിയിലൂടെ വേണം ഇവിടെയുള്ള ആളുകൾക്ക് കടന്നു പോകാനായിട്ട്. അതിശൈത്യത്തിലും കൊടും വേനലിലും എല്ലാം തന്നെ മരം മുറിക്കലും കപ്പൽ നിർമ്മാണവും ഒക്കെയായി അവരുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ കുറ്റവാളികളുടെ മേൽനോട്ടത്തിനായിട്ടുള്ള ഓഫീസർമാർ തുടക്കത്തിൽ വളരെ കുറവായിരുന്നു. പിന്നീട് കുറ്റവാളികൾ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവിടെ ഒരുപാട് ഓഫീസർമാർ വരേണ്ടതായി വന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അവിടെ വേറെ മറ്റു നിർമ്മിതികളും വന്നു തുടങ്ങിയത്. ഓഫീസർമാർക്ക് താമസിക്കാനുള്ള കോട്ടേജും അതുപോലെ തന്നെ അവരുടെ ഫാമിലിക്ക് ഒക്കെ താമസിക്കാനുള്ള മറ്റു നിർമ്മിതികളും അവിടെ വന്നു തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ അവരുടെ ഫാമിലിയും കുട്ടികളും ഒക്കെയായി അതൊരു പീനൽ കോളനി ആയിട്ട് തന്നെ മാറുകയാണ് ഉണ്ടായത്. തുടരെ കുട്ടികൾക്ക് പഠിക്കാനായി സ്കൂളുകളും അതുപോലെ ഒരു ചർച്ചും ഹോസ്പിറ്റലും അങ്ങനെയൊക്കെയായി ഇവിടെ പല നിർമ്മിതികളും പിന്നീട് വന്നു. ഇന്നും ഈ ഒരു മ്യൂസിയവും ഈ ഒരു ചുറ്റുപാടുകളും വളരെ മനോഹരമായിട്ട് തന്നെ സംരക്ഷിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാം. ഈ നിരനിരയായിട്ട് നിൽക്കുന്ന മരങ്ങളെ കണ്ടോ? വളരെ ഡിസിപ്ലിനോടുകൂടി നിരനിരയായി നിൽക്കുന്ന ഈ ഒരു മരങ്ങൾ ഇവിടെയുള്ള പട്ടാളക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ആദരസൂചകമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു കാഴ്ചയിലേക്കാണ്.
അതിൻ്റെ പേരാണ് സെപ്പറേറ്റ് പ്രിസൺ. ശാരീരികമെന്നപോലെ തന്നെ മാനസികമായും ആളുകളെ തളർത്താൻ വേണ്ടിയിട്ടാണ് അവർ ഈ സ്ഥലം ചൂസ് ചെയ്തിരുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ നിയമാവലികൾ ആ ചുമരിൽ എഴുതി വച്ചിട്ടുണ്ട്. വളരെ കഠിനമായ രീതിയിലുള്ള ശിക്ഷാവിധികളായിരുന്നു ഇവിടെയും നടപ്പാക്കപ്പെട്ടിരുന്നത്. ഇവിടെയുള്ള ആളുകൾക്ക് മറ്റുള്ളവരുമായി ഒരു സഹവാസവുമില്ല. കാണുവാനോ സംസാരിക്കാനോ ഒന്നും കഴിയില്ല. തികച്ചും ഏകാന്തജനകമായ ഒരു സ്ഥലമായിരുന്നു ഇത്. ഇവിടെയുള്ള ആളുകൾക്ക് ശബ്ദമുണ്ടാക്കാൻ പോലുമുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ചുവരുകൾക്കുള്ളിലെ ഇരുണ്ട വെളിച്ചത്തിൽ ശബ്ദം പോലും പ്രവേശിക്കാനാവാതെ, ഒന്നലറിക്കരയുവാൻ പോലും കഴിയാതെ, ശ്വാസനാളത്തിൻ്റെ നെടുവീർപ്പ് പോലും അടക്കി പിടിച്ച് കഴിയേണ്ടി വന്ന ഒരു കൂട്ടം ആളുകൾ താമസിച്ചിരുന്ന ഒരു സ്ഥലം. പിന്നെ ഇവിടെ ശിക്ഷാവിധികളൊക്കെ നടപ്പാക്കിയിരുന്ന സ്ഥലങ്ങളും ഒക്കെ നമുക്കവിടെ കാണാം. അവിടെ ഉണ്ടായിരുന്ന സെല്ലുകളിലെ ഓരോ ദ്വാരത്തിൽ നിന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ താമസിച്ചിരുന്ന ആളുകളെ അനാവരണം ചെയ്തു വെച്ചതായിട്ട് നമുക്ക് കാണാം. ആ സെപ്പറേറ്റ് സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി വന്നാൽ അതിൻ്റെ അടുത്തായി തന്നെ വിസിറ്റേഴ്സിന് ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് തുറന്നിട്ടുണ്ട്. വ്യത്യസ്തമായ മരങ്ങളും ഭൂപ്രകൃതിയും ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി കൂട്ടുന്നതായി തോന്നി. ചെറിയ ചെറിയ നടപ്പാതയും അതിനോട് ചേർന്നിട്ടുള്ള നീർച്ചാലുകളും എല്ലാം കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഇതിനോട് ചേർന്നിട്ടുള്ള ഹോസ്പിറ്റലുകളും മറ്റുമുള്ള നിർമ്മിതികളാണ് നമ്മൾ അതിൻ്റെ അടുത്തായി കാണുന്നത്.
അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നമുക്ക് ഒരുപാട് ബിൽഡിങ്ങുകൾ ഇതുപോലെ കാണാൻ കഴിയും. എല്ലാം തന്നെ ഭാഗികമായി തകർന്നു പോയതാണ്. ആയിരത്തി 1897 ഈ ഒരു ദുരന്തം ഇവിടെ സംഭവിക്കുന്നത്. ആ ഒരു തീപിടുത്തത്തിൽ എല്ലാം നശിച്ചു പോവുകയാണ് ഉണ്ടായത്. ഈ സ്ഥലത്തിനെ പറ്റിയുള്ള വിശദമായ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഗൈഡ്സിനെയൊക്കെ നമുക്ക് അവിടെ കാണാം. ഇനി അങ്ങോട്ട് ഓഫീസർമാരെല്ലാം താമസിച്ചിരുന്ന ഒരു സ്ഥലങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ മൊത്തം രൂപരേഖകളെല്ലാം അനാവരണം ചെയ്തു വെച്ചതായിട്ട് നമുക്ക് കാണാം. അവർക്ക് താമസിക്കാനുള്ള പ്രത്യേകതരം റൂമുകളും എല്ലാം ഉണ്ടായിരുന്നു. ഒരേ മതിൽക്കെട്ടിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ 2 തരം ജീവിതങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് ചില സ്ഥലത്ത് വളരെ ദുഃഖകരമായ കാര്യം നടക്കുമ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ സന്തോഷകരമായ കാര്യങ്ങൾ നടക്കുമല്ലോ, മരണവും ജനനവും ഒക്കെ. എന്നുപോലെ തന്നെ ഒരു മതിലിൻ്റെ 2 ഭാഗത്തായിട്ട് വളരെ മാനസിക പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു ജനതയും അതിൻ്റെ എതിർവശത്ത് ഒരുപാട് സൗകര്യങ്ങളോടുകൂടി ജീവിച്ചിരുന്ന ഓഫീസർമാരും ആളുകളും എല്ലാം ഉണ്ടായിരുന്നു. ഇന്നീ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം തന്നെ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. എന്നിരുന്നാലും തന്നെ ഇതിൻ്റെ പരിസരവും മറ്റും വളരെ ഭംഗിയായി തന്നെ അവർ നിലനിർത്തിയിട്ടുണ്ട്. ഗാർഡനുകളും അതിനോട് ചേർന്നുള്ള പൂന്തോട്ടങ്ങളും എല്ലാം തന്നെ എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ആളുകളെ നമുക്ക് ചുറ്റുവട്ടത്തും കാണാൻ കഴിയും.
ആ ഒരു വലിയ മരത്തിൻ്റെ തണലിൽ നിൽക്കുന്ന ഒരു കെട്ടിടം, അതൊരു പോലീസ് സ്റ്റേഷനായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ എല്ലാ ചുറ്റുപാടുകളും വീക്ഷിച്ചതിന് ശേഷം ഞങ്ങൾ കുറേ നേരം പച്ചപ്പ് വിരിച്ച ആ ഒരു സ്ഥലത്തിരുന്നു. തികച്ചും ശാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നു. ഒരുപാട് നേരം ഞങ്ങൾ അവിടെ ചെലവഴിച്ചു. ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ വർക്ക് ചെയ്യുന്ന തൻസാനിയക്കാരനായ മുഹമ്മദ്. എന്തായാലും ഇങ്ങനെ ഒരു ചരിത്രപ്രധാനമായ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞത് വളരെ ഒരു ഭാഗ്യമായി കരുതുന്നു. ഇന്നത്തെ യാത്ര ഒരുപാട് ചിന്തകളും എല്ലാം നിറഞ്ഞതായിരുന്നു. എന്നിരുന്നാലും അത് ആസ്വദിച്ചു. എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.